എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് നമുക്ക് അവൽ കൊണ്ടൊരു ഉപ്പുമാവ് ഉണ്ടാക്കിയാലോ? ഇതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, എങ്കിലും നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് അവലെടുത്തിട്ട് ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 2-3 മിനിറ്റ് മാത്രം മതി കേട്ടോ. ഒരുപാട് നേരം അതിനകത്ത് ഇട്ട് വെക്കരുത്. വെള്ളത്തിൽ ഇട്ട് വെച്ച് അതങ്ങ് കുഴഞ്ഞങ്ങ് പോവും. അത് വേണ്ട. ഒരു 2-3 മിനിറ്റ് നമുക്കൊന്ന് ഇച്ചിരി വെള്ളത്തിലൊന്ന് ഇട്ട് വെക്കാം. ഇനി നിങ്ങൾക്ക് അങ്ങനെ വെള്ളത്തിലിട്ട് വെക്കാൻ പേടിയാണെങ്കിൽ ഒരു 2 വട്ടം കഴുകിയെടുത്താലും മതി. അപ്പോഴത്തേനും അതങ്ങ് കുതിർന്ന് വരും കേട്ടോ. അപ്പോൾ ഞാനിത് 2-3 മിനിറ്റ് ഇങ്ങനെ അടച്ച് മാറ്റി വെക്കുന്നുണ്ട്. ഈ സമയത്തൊക്കെ ഞാൻ ഉള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കുവാണ്. ഉള്ളി പച്ചമുളകൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ അവലതേ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ വെള്ളം എല്ലാം ഒന്ന് കളഞ്ഞ് എടുക്കാതെ നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ നല്ലതായിട്ട് കൈ കൊണ്ടൊന്ന് ഞെരടി ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ വെള്ളം എല്ലാം അങ്ങ് പോകും കേട്ടോ. അപ്പോൾ നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇതുപോലെ ഇരിക്കണം കേട്ടോ. ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ ഒരുപാട് നേരം കുതിർക്കാൻ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് കട്ട പിടിച്ചു പോകും. അങ്ങനെ ആവരുത്. അപ്പോൾ ഞാൻ ബാക്കിയിരിക്കുന്ന എല്ലാം വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ മാറ്റിയെടുക്കട്ടെ. ഇപ്പോൾ ഞാൻ ബാക്കിയിരിക്കുന്ന എല്ലാം ഇങ്ങനെ മാറ്റിയെടുത്തിട്ടുണ്ട്. പുറത്ത് നല്ല മഴയാണ്ട് എൻ്റെ ശബ്ദം എത്രത്തോളം ക്ലിയർ ആവുമെന്ന് അറിയത്തില്ല കേട്ടോ. എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ അവൽ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രം വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് നമുക്ക് ആദ്യം കടുകും ഞാൻ ഉഴുന്നും ഒക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ അല്പം എണ്ണ ഒഴിക്കുന്നുണ്ട്. എണ്ണ ഒഴിച്ച് നമ്മൾ സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന പോലെ ഞാനിതിൽ ഇഞ്ചി ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. ഞാനിതുവരെ അങ്ങനെ ചേർത്തിട്ടില്ല. ഇപ്പം ഞാനിതിലേക്ക് കടുക് പൊട്ടിയ ശേഷം ഒരു സ്പൂണോളം ഉഴുന്നാണ് ചേർക്കുന്നത്. ഉഴുന്നും ചേർത്ത് ഒന്ന് ചൂടായ ശേഷം ഞാൻ ഇച്ചിരി കപ്പലണ്ടി ചേർക്കുന്നുണ്ട് കേട്ടോ. കപ്പലണ്ടിയോട് ചേർത്ത് നമുക്കെടുക്കാം. അപ്പം നമ്മൾ ലെമൺ റൈസൊക്കെ ഉണ്ടാക്കത്തില്ല, സെയിം അതേ രീതിയിൽ തന്നെയാണ് ഇതുണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ നന്നായിട്ട് ആ ഉഴുന്നും എല്ലാം ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ കപ്പലണ്ടിയും ഉഴുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ഈ കപ്പലണ്ടി ഉഴുന്നും വറുത്ത ശേഷം ഞാനിതങ്ങ് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ട ഇതിൻ്റെ കൂടെ തന്നെ ഉള്ളിയൊക്കെ ഇട്ട് വേണമെങ്കിൽ വഴറ്റിയെടുക്കാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ ഒരു കപ്പലണ്ടിയുടെ ആ ഒരു കറികറിപ്പൊക്കെ അങ്ങ് പോകും. അപ്പോൾ അതുകൊണ്ട് ഞാനിതിപ്പോൾ തൽക്കാലം ഒന്ന് മാറ്റി വെക്കുകയാണ്. ഇനി അതേ പാത്രത്തിലേക്ക് തന്നെ ഞാൻ കുറച്ച് ഉള്ളിയും ഒരു പച്ചമുളകും നല്ല എരിവുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഒറ്റൊരു പച്ചമുളക് ചേർത്തിട്ടുള്ളൂ. ഇനി ഒരല്പം കരിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഞാൻ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയെന്ന് വെച്ചാൽ ഒരുപാടൊന്നും അങ്ങ് വഴറ്റണ്ട. ഇതൊന്ന് കടിക്കത്തക്ക രീതിയിൽ വേണം. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വഴറ്റുന്നില്ല കേട്ടോ. അതെ, ഒരുമാതിരി ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നേ ഉള്ളൂ. എന്നുവെച്ചാൽ ഒരു 2-3 സെക്കൻഡ് ഒന്ന് വാടി വന്നാൽ മതി. ഒരുപാട് അങ്ങ് വഴന്ന് കളറ് മാറുക അങ്ങനെയൊന്നും വേണ്ട കേട്ടോ. ഇനി അതിലേക്ക് ഞാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാനിപ്പോൾ ചേർക്കുന്നുണ്ട്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. ഞാൻ ഇപ്പോൾ ഒരല്പം ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉള്ളിയൊന്നും ഒരുപാട് പാടണ്ട കേട്ടോ. ഉള്ളിയും പച്ചമുളകൊന്നും ചെറുതായിട്ടൊക്കെ നമുക്കൊന്ന് ഒന്ന് കടിക്കത്തക്ക രീതിയിൽ കിട്ടണം. ഞാനൊരല്പം മഞ്ഞൾപ്പൊടിയും ഇടുന്നുണ്ട്. കപ്പലണ്ടിയൊക്കെ വറുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വറുത്ത് കഴിയുന്ന ഉള്ളിയും കൂടി ഇടാം. ഞാനതൊന്ന് മാറ്റി വെച്ച് കഴിയുമ്പം നല്ല ഒരു കറികറിപ്പായിട്ട് കിട്ടും കപ്പലണ്ടിയൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് മാറ്റി വെച്ചത് കേട്ടോ. ഇപ്പോൾ ഞാൻ അല്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇപ്പം ഞാൻ ഈ ഉള്ളിയിലേക്കുള്ള ഉപ്പാണ് ഇട്ടേക്കുന്നത്. നമുക്ക് ഈ അവലും കൂടി ഇട്ട് കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് കുറവാണെങ്കിൽ അപ്പോൾ വീണ്ടും ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഇതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കുതിർത്തെടുത്ത് വെച്ചേക്കുന്നത് ഇങ്ങനെ അവൽ ഉണ്ട്, അത് നമുക്കിതിലേക്ക് ഇടാം. നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ലഞ്ചായിട്ടും ഒക്കെ നല്ല എളുപ്പം ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുക, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ ഞാനിതൊന്ന് മിക്സ് ആക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ആക്കിയിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടിയും ഉഴുന്നും എല്ലാം കൂടെ ഉണ്ട്, കടുകും എല്ലാം കൂടെ ഉള്ളത് അപ്പോൾ ഞാൻ ഇടുകയാണ് ഇതിലേക്ക്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനൊരു 1/2 സ്പൂണ് നാരങ്ങ നീരൂടെ ഒഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക്
നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റുന്ന സമയത്ത് ഒഴിക്കാവുന്നതാണ്. ഞാൻ മറന്നു പോയതാണ്. അപ്പോൾ അതേ ഞാനിപ്പോൾ ഇത് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വേണമെങ്കിൽ ഉപ്പ് നോക്കണം കേട്ടോ. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ആഡ് ചെയ്യാം. നമുക്കൊരു 10 മിനിറ്റ് ആവശ്യമുള്ളൂ കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. രാവിലെയൊക്കെ നമുക്ക് ഈസി ആയിട്ട് കുട്ടികൾക്ക് കൊടുത്തു വിടാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിന് ഉപ്പുണ്ടോയെന്നൊന്ന് നോക്കട്ടെ. എനിക്കൊരു അല്പം ഉപ്പിൻ്റെ കൂടെ കുറവുണ്ട്. അപ്പോൾ ഞാനൊരു അല്പം ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്കൊന്നുകൂടെ ഒന്ന് ഇളക്കിയെടുക്കാം. 5 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെക്കാം. 3-4 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെക്കാം കേട്ടോ. ഇത് ഏകദേശം കുക്കായിട്ടുണ്ട്. ഒരു 3-4 മിനിറ്റ് അടച്ച് വെക്കുന്നതാണ് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സായി ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ അതേ പാത്രം കൊണ്ട് തന്നെ ഞാൻ അടച്ച് വെക്കുകയാണ്. അപ്പോൾ ഒരു 3-5 മിനിറ്റ് ഞാനിതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അവലുപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഞാൻ പറഞ്ഞില്ല, നമുക്ക് കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സ് കൊടുത്തു വിടാനൊക്കെ വളരെ നല്ലതാണ്. കുട്ടികളൊക്കെ നല്ല സ്വാദോടുകൂടി കഴിക്കും, അവർക്കൊക്കെ ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. പലർക്കും അറിയാമായിരിക്കും, പിന്നെ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പം ഇതിപ്പോൾ ഞാൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് ആ രീതിയിലാണ് കാണിച്ചേക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിപ്പം ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ക്യാരറ്റോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോഴത്തേ നമ്മുടെ അവലുപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിത് പ്ലേറ്റിലേക്ക് ഉപ്പുമാവ് വിളമ്പാണ് അവലിൻ്റെ. അപ്പോൾ എല്ലാവരും ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ പലർക്കും ഇത് ഉണ്ടാക്കാൻ അറിയാമായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുവരെ ഉണ്ടാക്കാത്തവരൊന്ന് ഒരു വട്ടമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. എല്ലാ കൂട്ടുകാർക്കും ബൈ.